ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ എക്കണോമിക്സിൻ്റെ 2025 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ ടോപ്പിക് വൈസാണ് ഡിസ്കസ് ചെയ്തത്. ആ 2 ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫെയർസ് ആണ്. 2025 ഇപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ടോപ്പിക് വൈസ് തന്നെ അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് മൈ മെന്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം നോക്കുന്നത്, നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ തന്നെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. ഏതൊരു എക്സാം എടുത്താലും നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ആയിട്ടും അതുപോലെ തന്നെ നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. നമുക്ക് നീതി ആയോഗിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്താണ് നമ്മൾ നോക്കിയാൽ, നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക എന്താണ്? 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയും. എന്താണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ ധനകാര്യ ആരോഗ്യ സൂചിക എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ആദ്യം നോക്കുന്നത്. 2025 പ്രഥമ ആരോഗ്യ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതാ സൂചിക, ആരോഗ്യ അല്ല, പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക അഥവാ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ എന്താണ് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. അപ്പം നീതി ആയോഗ് 2025 2022 23 എന്ന് പറയുന്ന വർഷത്തിലെ സാമ്പത്തിക നിലയും അടിസ്ഥാനമാക്കിയാണ് 2025 നീതി ആയോഗ് പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക തയ്യാറാക്കി. ആ തയ്യാറാക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനമെത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഛത്തീസ്ഗഡും ഗോവയുമാണ് 2-3 സ്ഥാനങ്ങളിൽ വരുന്നത്. അപ്പം നമ്മൾ ഒന്നാമതെത്തിയ സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റാങ്ക് എത്രയാണെന്ന് നമ്മൾ അറിയണം. എത്രയാണ്? 15 ആണ്. 15-ാം സ്ഥാനത്താണ് ഏത് സംസ്ഥാനമുള്ളത്? കേരളമുള്ളത്. കേരളത്തിൻ്റെ സ്ഥാനം 15. പഠിച്ചല്ലോ. പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക 1-ാം സ്ഥാനം ആർക്കാണ്? ഒഡീഷയ്ക്കാണ്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 15 ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിച്ചു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കി. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം. നീതി ആയോഗ് ഇന്ത്യ 2024 ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക. ഇന്ത്യ എന്താണ്? ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ്. റോഡ് ഗതാഗതത്തിൽ വൈദ്യുതീകരണത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, അതായത് റോഡ് ഗതാഗത മേഖലയിൽ വൈദ്യുതി വാഹനങ്ങൾ, അതുപോലെ വൈദ്യുതി വാഹനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നോക്കി ഒരു 16 ഇൻഡിക്കേറ്റേഴ്സ് വെച്ച്, എത്രയാണ്? 16 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും റാങ്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ 1-ാം സ്ഥാനം ഡൽഹിക്കാണ് കേട്ടോ. 1-ാം സ്ഥാനം ഡൽഹിക്കാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? കേരളം അതിൽ 19-ാം സ്ഥാനത്താണ്. കേരളം 19-ാം സ്ഥാനം. എന്തിനാണ്? ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് അതിൽ 19-ാം സ്ഥാനമാണ് കേരളത്തിന്. 1-ാമതെത്തിയത് ഡൽഹിയാണ്. 2-ാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. നമ്മുടെ കേരളത്തോടൊപ്പം ഉള്ളൊരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ 19-ാം സ്ഥാനത്ത് ജാർഖണ്ഡ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നോക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക, മറ്റൊന്ന് എന്തായിരുന്നു? ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക. ഈ 2 പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ എന്താണ്? അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദീപക് ബാഗ്ലെയാണ്. നിയമനങ്ങൾ നമുക്ക് കറണ്ട് അഫെയർസിൽ പ്രത്യേകം ചോദിക്കുന്നൊരു മേഖലയാണ്. നമുക്കറിയാം, നമുക്ക് നീതി ആയോഗിൻ്റെ ചെയർമാനെയും വൈസ് ചെയർമാനെയും CEO ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഏത്? നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? ദീപക് ബാഗ്ല. അപ്പം ഞാനിത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫാക്റ്റുകൾ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് പേര്? ദീപക് ബാഗ്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം.
2023-24 നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ്സ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ്, അതായത് ആരോഗ്യ സൂചികയാണ്. എന്താണ്? ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ആർക്കാണ് എന്നുള്ളതാണ്. 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഗുജറാത്താണ്. കേരളത്തിൽ അത് 4-ാം സ്ഥാനമാണ്. കേരളം 4-ാം സ്ഥാനത്തേക്ക് മാറി. കുറച്ച് നാൾ മുമ്പ് വരെ കേരളം 1-ാം സ്ഥാനത്തായിരുന്നു. ആത്മഹത്യാ നിരക്കും അതുപോലെ തന്നെ റോഡ് അപകടങ്ങളും ഈ ഒരു സൂചികയുടെ ഭാഗമായി വന്നതോടുകൂടിയാണ് നമ്മൾ കുറച്ച് പുറകോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ്, 4-ാം സ്ഥാനമാണ് കേരളത്തിൻ്റെത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പ്രഥമ എന്താണ്? സാമ്പത്തിക ഭദ്രതാ സൂചിക നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് മൊബിലിറ്റി സൂചിക നമ്മൾ പഠിച്ചു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കൂടി പഠിച്ചു. എന്താണ്? ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 4 ആണ്. 1-ാം സ്ഥാനം ആർക്കാണ്? ഗുജറാത്തിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. മറ്റൊരു നിയമനം കൂടി നമ്മൾ പഠിച്ചു. ഏതാണ്? നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ദീപക് ബാഗ്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. കേന്ദ്ര സർക്കാർ നീതി ആയോഗ് സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ ആയുഷ് മേഖലയിൽ നടപ്പിലാക്കിയ വിവര സാങ്കേതിക വിദ്യാ സേവനങ്ങൾ. നോക്കുക, ആയുഷ് മേഖലയിൽ നടപ്പിലാക്കിയ വിവര സാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിൽ പ്രധാനമായി നമ്മൾ ആ വിഷയം നോക്കണം. ആ വിഷയത്തിൽ നോഡൽ സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നോഡൽ സംസ്ഥാനമായി കേരളം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം കേന്ദ്ര സർക്കാർ നീതി ആയോഗുമായി ചേർന്ന് സഹകരണത്തോടെ നടത്തിയതാണ് ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ. എവിടെ വെച്ച് അത് നടന്നതെന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണ്? ഡൽഹിയിൽ വെച്ച് നടന്ന വകുപ്പ് തല ഉച്ചകോടിയിൽ എന്തായിരുന്നു വിഷയം? എന്താണ്? ആയുഷ് മേഖലയിൽ നടപ്പിലാക്കിയ വിവര സാങ്കേതിക വിദ്യ സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ നോഡൽ സംസ്ഥാനമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. അടുത്തതൊരു ക്യാമ്പയിൻ ആണ്, ശൂന്യ ക്യാമ്പയിൻ. എന്താണ്? ശൂന്യ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. അത് നീതി ആയോഗിനാണ്. നീതി ആയോഗിന്റെ ക്യാമ്പയിൻ ആണ് ശൂന്യ എന്ന് പറയുന്നത്. ആ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, അല്ലെ? പൊല്യൂഷനൊക്കെ ഇല്ലാതാക്കുന്നതിനായിട്ട് നമ്മൾ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നീതി ആയോഗ് ആരംഭിച്ച ക്യാമ്പയിനാണ് ശൂന്യ ക്യാമ്പയിൻ. എന്താണ്? ശൂന്യ എന്ന പ്രചാരണം അഥവാ ശൂന്യ ക്യാമ്പയിൻ എന്നുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ശൂന്യ ക്യാമ്പയിൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. റീതിങ്കിങ് ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണ്? റീതിങ്കിങ് ഹോം സ്റ്റേസ്. എന്താണ്? റീതിങ്കിങ് ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ട് നീതി ആയോഗ് ഹോം സ്റ്റേകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പുതിയ പോളിസികളൊക്കെ നിർമ്മിക്കുന്നതും ഇന്റർനെറ്റ് വഴിയൊക്കെ കൂടുതൽ അവൈലബിലിറ്റി ഒക്കെ നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് റീതിങ്കിങ് ഹോം സ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടോടു കൂടി നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗം നടന്നത് എവിടെയാണ്? മെയിലാണ്. നീതി ആയോഗിന്റെ 10ാമത് ഗവേണിംഗ് ബോഡിയുടെ മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പം സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പങ്കാളിത്തമുണ്ട്. ഓക്കെ, അപ്പോൾ ആ അധ്യക്ഷത വഹിച്ച ഒരു ഗവേണിംഗ് ബോഡിയുടെ മീറ്റിംഗ് നടന്നപ്പോൾ അതിനൊരു പ്രമേയം ഉണ്ടായിരുന്നു. എന്താണ് പ്രമേയം എന്ന് ചോദിച്ചാൽ വികസിത രാജ്യ ഫോർ വികസിത ഭാരത് അറ്റ് 2047. ഓക്കെ ആണല്ലോ. 2047 വികസിത ഭാരതം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വികസിത രാജ്യ ഫോർ വികസിത ഭാരത് അറ്റ് 2047 എന്ന ലക്ഷ്യത്തോടു കൂടി എന്ന തീമാണിത്. നമ്മൾ തീമെന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കുക. എന്താണ്? വികസിത രാജ്യ ഫോർ വികസിത ഭാരത് അറ്റ് 2047.
ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു ലക്ഷ്യം എന്താണ് യാഥാർത്ഥ്യമാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസിത രാജ്യം എന്ന ലക്ഷ്യം വികസിത സംസ്ഥാനങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വികസിത രാജ്യ ഫോർ വികസിത ഭാരത് അറ്റ് 2047. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2047 കൂടി വികസിത രാജ്യം എന്ന ലക്ഷ്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാനുള്ളത്, GSTയിൽ 2025 എന്ത് വന്നു? പരിഷ്കാരങ്ങൾ വന്നു അല്ലേ? 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. GSTയിൽ എന്ത് വന്നിട്ടുണ്ട്? 2025 പുതിയ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും ഒരുപാട് GSTയിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വിശാലമായിട്ട് പഠിക്കാനുണ്ട്. GSTയുടെ ക്ലാസ്സിൽ നമുക്കത് വിശാലമായിട്ട് പഠിക്കാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, പുതിയതായിട്ട് വരുന്ന GSTയുടെ പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നത് എന്നാണ്, അല്ലെങ്കിൽ വന്നത് എന്നാണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി. എന്താണ്? 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ GSTയുടെ പുതിയ സ്ലാബുകൾ, പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വരികയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് 0% എന്ന് പറയുന്ന GST ഇല്ലാത്ത ഇതുണ്ടായിരുന്നു, 5% ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, 18 ഉണ്ടായിരുന്നു, 28% എന്ന് പറയുന്ന GST സ്ലാബുകളിൽ നിന്ന് ഇപ്പോൾ നിലവിൽ 2 സ്ലാബുകൾ, 5%ഉം 18% എന്ന പുതുക്കിയ സ്ലാബുകളിലേക്ക് GSTയുടെ നിരക്കുകൾ മാറിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട GSTക്ക് നമുക്കറിയാനുള്ളൊരു പ്രധാന പരിഷ്കരണം എന്ന് പറയുന്നത്. നമ്മളോട് PSC ചോദിക്കാം അല്ലേ, ഇപ്പോൾ നിലവിലുള്ള പുതിയ സ്ലാബുകൾ GSTയുടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 5-18% എന്ന് പറയുന്ന 2 സ്ലാബുകളിലാണ് GSTയുടെ ഒരു ഫോമാറ്റ് പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായും മാറ്റങ്ങൾ വന്നതും നമുക്ക് നോക്കാം. 33 ജീവൻ രക്ഷാ മരുന്നുകൾ, അതുപോലെ തന്നെ രോഗനിർണയ കിറ്റുകൾക്ക്. അപ്പം 33 ജീവൻ രക്ഷാ മരുന്നുകൾ, രോഗനിർണയ കിറ്റുകൾക്കൊക്കെ 12% ആയിരുന്നതിൽ നിന്ന് 0% മാറി. ഓക്കെ, അപ്പോൾ അതിനൊക്കെ GSTയുടെ ശതമാനത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു. എന്താണ്? 0 ഇല്ല, GSTയുടെ ഒരു പെർസെൻറ്റേജ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ മറ്റ് മരുന്നുകളുണ്ടല്ലോ, നമുക്ക് സാധാരണ നമ്മൾ വാങ്ങുന്ന മരുന്നുകൾ, അതിൻ്റെയൊക്കെ നികുതി 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ജീവൻ രക്ഷാ മരുന്നുകൾ, രോഗനിർണയ കിറ്റുകൾക്കൊക്കെ 12% ആയിരുന്നത് ഇപ്പോൾ അത് 0% പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ, അതായത് ആയുർവേദമായാലും ഹോമിയോപ്പതി മരുന്നുകളൊക്കെ തന്നെ ആയാലും 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. കണ്ണടകളുടെയൊക്കെ റേറ്റ് 28% ആയിരുന്നു, അതും 5% മാറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെ ഒരു കുറവ് ഇവിടെ വന്നിട്ടുണ്ട്, GSTയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. പിന്നുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇരുചക്ര വാഹനങ്ങൾ, അതുപോലെ തന്നെ ചെറു കാറുകൾ, TV-കൾ, AC, സിമന്റ്, ഇതിൻ്റെയൊക്കെ GSTയുടെ നികുതിയുടെ നിരക്ക് 28-ൽ നിന്ന് 18-ലേക്ക് പോയി. 28-ൽ നിന്ന് 18-ലേക്ക് പോയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, ചെറു കാറുകൾ, TV-കൾ, AC-കൾ, അതുപോലെ തന്നെ സിമന്റിൻ്റെയൊക്കെ ഒരു GST നിരക്ക് 28-ൽ നിന്ന് എന്തിലേക്ക് പോയിട്ടുണ്ട്? 18% പോയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം കാർഷിക മേഖലയിലാണ് അല്ലേ? കാർഷിക മേഖലയിലെ കാർഷിക യന്ത്രങ്ങൾ, അതുപോലെ തന്നെ ജലസേചന ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ നികുതി 12-ൽ നിന്ന് 5%, കാർഷിക മേഖലയുടെ നികുതിയിലും കുറവ് വന്നു. 12 എന്ന് പറയുന്ന സ്ലാബിൽ നിന്ന് 5-ലേക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പം അത് കാർഷിക മേഖലയിൽ ആ മാറ്റം ഉണ്ടായി. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ 5%ഉം 8% എന്ന GSTക്ക് പുറമെ 40% എന്ന് പറയുന്ന ഒരു നികുതി നിരക്കുണ്ട്. അത് ആഡംബര വസ്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതും കൂടി നമ്മൾ നോക്കുക. പാൻ മസാല, പുകയില, എയറേറ്റഡ് പാനീയങ്ങൾ, ഉയർന്ന നിലവാരമുള്ള കാറുകൾ, യാച്ചുകൾ, സ്വകാര്യ വിമാനങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾക്ക് 40% ഒരു പ്രത്യേക നികുതിയും കൂടി ഈ ഒരു പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പുതുക്കിയ GSTയുടെ നിരക്കുകൾ നിലവിൽ വരുന്നത് 2025 സെപ്റ്റംബർ മാസം 22 ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി മുതൽ പുതിയ സ്ലാബുകൾ 5-18 എന്ന സ്ലാബുകളിലായിരിക്കും പുതിയ 2 സ്ലാബുകൾ GSTക്ക്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ആരോഗ്യ മേഖലയിലെ GSTക്ക് കുറവ് വന്നിട്ടുണ്ട്,
കാർഷിക മേഖലയിൽ 5% കാർഷിക മേഖലയിലെ യന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുടെ GST 5% കുറച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെയൊക്കെ GST എന്ത് ചെയ്തിട്ടുണ്ട്? 28 ആയിരുന്നു, അത് 12 മാറി. പിന്നീട് 40% എന്ന് പറയുന്നൊരു പ്രത്യേക നികുതി വരുന്നത് ഏതിനാണ്? ആഡംബര വസ്തുക്കൾ, വിമാനങ്ങൾ, അതുപോലെ തന്നെ പാൻ മസാല, അതുപോലെ തന്നെ എന്താണ് എയറേറ്റഡ് പാനീയങ്ങൾ, അങ്ങനെയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകൾ, ഇവയുടെയൊക്കെ GSTക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 40% എന്ന് പറയുന്ന ഒരു പ്രത്യേക റേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ GSTയുമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളൊരു മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് GSTയിൽ മാറിയിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇത് 2025 പ്രധാനപ്പെട്ട പരിഷ്കാരമാണ് GSTയിൽ ഉണ്ടായത്. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നിയമനങ്ങൾ നോക്കാം. ഇതിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു, GST പഠിച്ചു. അടുത്ത എന്താ നമ്മൾ നോക്കുന്നത്? നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട നിയമനങ്ങൾ അത് PSC ചോദിക്കുന്നതാണ്. ഒന്ന് നോക്കി പോവാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി IRDAIയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ്? അജയ് സേത്ത. നിയമനങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം. IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ്? അജയ് സേത്ത്. ആരാണ്? അജയ് സേത്ത് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നിയമനം ഏതാണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി എന്നാണ് ചുമതലയേറ്റ വ്യക്തി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരെന്താണ്? SC റൽഹാൻ ആണ്. SC ആരാണ്? റൽഹാൻ ആണ്. അപ്പോൾ ആ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ 2 കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ, അതായത് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു PM, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ S മഹേന്ദ്രദേവ് ആണ്. ആരാണ്? S മഹേന്ദ്രദേവ് ആണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായിട്ടുള്ളത് ആണല്ലോ. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു PM ആരാണ്? S മഹേന്ദ്രദേവ് ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്, പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റ വ്യക്തി. പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി, പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് കുമാർ മിശ്രയാണ്. ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര. അപ്പോൾ ആരെയൊക്കെ പഠിച്ചു നമ്മൾ? IRDAIയുടെ മേധാവി ആരാന്ന് പഠിച്ചു, അജയ് സേത്താന്ന് പഠിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായ വ്യക്തി ആരാണ്? SC റൽഹാൻ ആണ്. റൽഹാൻ എന്ന് പറയുന്ന പേര് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നീട് നമ്മൾ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു PM അതിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു. S മഹേന്ദ്രദേവ് ആണ്. S മഹേന്ദ്രദേവ് ആണ്. മറ്റൊരാളുടെ പേര് കൂടി നമ്മൾ ഇപ്പോൾ പഠിച്ചല്ലോ. പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് കുമാർ മിശ്രയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അത്രയും നിയമനങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്ത നിയമനങ്ങൾ നമ്മൾ നോക്കാം. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായ വ്യക്തി എന്താണ്? റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ, അല്ലെ, മോണിറ്ററി പോളിസിയുടെ സമിതിയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ പണനയത്തെക്കുറിച്ചും ധനനയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണനയം ആരുടേതാണ്? റിസർവ് ബാങ്കിൻ്റെയാണ്. ആ റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. ഇന്ദ്രാണിൽ ഭട്ടാചാര്യയാണ് പണനയ സമിതിയിൽ നിയമിതനായ വ്യക്തി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. PSC ചോദിച്ച PYQയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ പേര് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി ഒരു വനിത നിയമിതയായിട്ടുണ്ട്. ആ വനിതയുടെ പേര് ഡോക്ടർ പൂനം ഗുപ്ത. അപ്പം അതും നമ്മൾ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറിനെയും ഡെപ്യൂട്ടി ഗവർണറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ PSC നിരന്തരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് നിലവിലുണ്ട്.
ഒന്ന് ഡോക്ടർ പൂനം ഗുപ്തയാണ്, മറ്റൊന്ന് സ്വാമിനാഥൻ ജെ, മറ്റൊരാൾ രാജേശ്വര റാവു, ഇനി ഒരാൾ കൂടിയുണ്ട് ടി റാബി ശങ്കർ. ഇങ്ങനെ 4 ഡെപ്യൂട്ടി ഗവർണർമാർ നിലവിൽ എവിടെയുണ്ട്? നമ്മുടെ RBIയിലുണ്ട്. ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹം 26ാമത് RBIയുടെ ഗവർണറാണ്. ഓക്കെ, അപ്പോൾ RBIയുമായി ബന്ധപ്പെടുന്ന ഗവർണറെയും നമ്മൾ പഠിക്കുകയാണ്. ആ നിയമനത്തിൽ ഡെപ്യൂട്ടി ഗവർണറെയും പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ എന്താണ് വൈസ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വൈസ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അജയ് ഭൂഷൺ പാണ്ഡെ. ആരാണ്? അജയ് ഭൂഷൺ പാണ്ഡെ ആണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തി. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് 2025-26 ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കരുണേഷ് ബജാജ് ആണ്. 2025-26 എന്താണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? കരുണേഷ് ബജാജ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് LICയുടെ CEO ആയി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആർ ദൊരൈസ്വാമിയാണ്. LICയുടെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ? ഓക്കെ, അപ്പോൾ RBIയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, LICയുടെ CEO ഒക്കെ നമ്മൾ നോക്കി. ഇനി അടുത്തത് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കേരള ലക്ഷദ്വീപ് ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ PS ജെയിൻ ആണ് കേരള ലക്ഷദ്വീപ് ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷൻ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള. അപ്പം കേരള ലക്ഷദ്വീപ് ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് എന്താണ്? പീയൂഷ് ജെയിൻ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് രാജ്യാന്തര നാണയനിധി IMF രാജ്യാന്തര നാണയനിധി ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ IMFിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉർജിത് പട്ടേലാണ് ഇപ്പോൾ IMFിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇന്ത്യയിൽ നിന്ന് നിയമിതനായിട്ടുള്ള വ്യക്തി. അപ്പോൾ അത് ഉർജിത് പട്ടേലാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ RBIയുടെ എത്രാമത്തെ ഗവർണർ ആയിരുന്നു? നമ്മൾ 26ാമത്തെ ഗവർണറെ പഠിച്ചു. 25 ശക്തികാന്ത ദാസ് ആയിരുന്നു. 24ാമത്തെ ഗവർണർ ആയിരുന്നു ആര്? ശ്രീ ഉർജിത് പട്ടേൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഉർജിത് പട്ടേൽ എന്തായിട്ട് നിയമിതനായിട്ടുണ്ട്? IMFിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു നിയമനം നമുക്ക് ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഫെഡറൽ ബാങ്കിന്റെ പുതിയ MDയും CEOയുമായി നിയമിതനായത് KVS മണിയൻ. ആരാണ് ഫെഡറൽ ബാങ്കിന്റെ പുതിയ MDO അല്ലെങ്കിൽ CEO? MD ആൻഡ് CEO ആയിട്ട് നിയമിതനായ വ്യക്തി KVS മണിയനാണ്. അപ്പോൾ ആ ഒരു നിയമനം കൂടി നമ്മൾ പഠിക്കുക. അപ്പോൾ മൊത്തം നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ എക്കണോമിക്സുമായിട്ട് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെടുന്ന RBIയുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും IMFിൻ്റെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകം ടാക്സിൻ്റെയും ഒക്കെ നിയമനങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രധാനമായി സൂചികകളിലേക്ക് പോവാം. സൂചികകൾ നമ്മൾ നീതി ആയോഗ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എല്ലാ PSCയുടെ പരീക്ഷകളിലും നമുക്ക് നീതി ആയോഗ് പ്രതീക്ഷിക്കാവുന്ന. അതുപോലെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് ഇത് ഇൻഡെക്സുകൾ അഥവാ എന്താണ് സൂചിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സൂചികകൾ PSC ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ സൂചിക നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കാം. 2025 മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമല്ലേ? എന്താണ്? 130 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. നമുക്കതിൽ എത്രാം സ്ഥാനമാണ്? 130 ആണ്. അപ്പോൾ അത് നോക്കുക. അപ്പം കൂടുതലും നമ്മുടെ സ്ഥാനമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്നാലും അവർക്ക് ചോദിക്കാമല്ലോ, നമുക്കിപ്പം ഐസ്ലൻഡിൻ്റെ ഒന്നാം സ്ഥാനം അതും ചോദിക്കാം. നമ്മളത് കൂടി നോക്കുക. അടുത്തത് 2025 വേൾഡ് ഹാപ്പിനെസ് സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം
ഹാപ്പിനെസ് പ്രകാരം, വേൾഡ് ഹാപ്പിനെസ് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. നമ്മുടെ സ്ഥാനം എത്രയാണ്? 118. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം 118. അതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ഒരു രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ് അവിടെ ഫസ്റ്റ് പ്ലേസ് വന്നിരിക്കുന്നത്. 1ാം സ്ഥാനം ആർക്ക് വന്നു? ഫിൻലാൻഡിന് വന്നു. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഫിൻലാൻഡാണ്. നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രയാണ്? 118ാം റാങ്കാണ് നമ്മുടെ റാങ്ക്, ഇന്ത്യയുടെ റാങ്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 പോയിന്റുകൾ, 2 സൂചികകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2025 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചിക, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അത് ആരുടെയാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെയാണ് ആ ഒരു ഇൻഡെക്സ് വരുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 131. അപ്പം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ലോക എന്താണ് ജെൻഡർ അന്തര സൂചിക എന്ന് പറയും. അത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. ജെൻഡർ ഗ്യാപ്പ് തൊട്ട് ഒരു പോയിന്റോടെ കൂടി 131. അങ്ങനെയാണെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന രാജ്യം ഐസ്ലൻഡ് ആണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഇവിടെ നമുക്ക് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. ഇവിടെ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 131 ഇന്ത്യയിൽ. ഈ 2 സ്ഥലങ്ങളിലും 1ാം സ്ഥാനം വന്നിരിക്കുന്ന ഐസ്ലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 130 HDI ആണ്. ജെൻഡർ ഗ്യാപ്പ് 131 വരുന്നു. ഈ 2 സ്ഥലങ്ങളിലും 1ാം സ്ഥാനം ആർക്ക് നേടി? ഐസ്ലൻഡ് നേടിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നോക്കാം. ബ്രോക്കർ ചൂസറിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം നിക്ഷേപങ്ങൾക്കായുള്ള ഓൺലൈൻ തിരയൽ താല്പര്യത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പം നമ്മൾ ഗ്ലോബൽ തലത്തിൽ ആഗോള നിക്ഷേപങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സെർച്ചിങ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം, ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 13 കേട്ടോ. അപ്പം ബ്രോക്കർ ചൂസറിൻ്റെ പുതിയ റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ട് പ്രകാരം നിക്ഷേപങ്ങൾക്കായിട്ടുള്ള ഓൺലൈൻ തിരയൽ, ഓൺലൈൻ സെർച്ചിങ്ങിൽ ഇന്ത്യയുടെ താല്പര്യം ആഗോളതലത്തിൽ എത്രയാണ്? 13ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 13ാം സ്ഥാനമാണ് ഇന്ത്യയുടേത്. അപ്പോൾ ആ ഒരു സൂചിക കൂടി നോക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പുറത്തിറക്കിയിട്ടുള്ള 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആണ്. എന്ത് ഇൻഡെക്സ് ആണ്? 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. എന്ത് ഇൻഡെക്സ്? എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാനവ വികസന സൂചിക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാപ്പിനെസ്, ജെൻഡർ ഗ്യാപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യയുടെ സ്ഥാനം 71. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. അവിടെ 1ാം സ്ഥാനം ആർക്കാണ്? സ്വീഡനാണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ എന്ത് വന്നിട്ടുള്ളത്? 1ാമത് എത്തിയിട്ടുള്ള രാജ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ നോക്കുക. ഇനി അടുത്തത് 2025 ലോക ബാങ്ക് റിപ്പോർട്ട് പ്രകാരം 2022-23 ജിനി ഇൻഡെക്സ് സ്കോർ പ്രകാരം ലോകത്തിൽ ഏറ്റവും തുല്യതയുള്ള 4ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. 4ാമത്തെ രാജ്യമാണ്. എന്താണ് ജിനി ഇൻഡെക്സ് സ്കോർ? എന്താണ് ജിനി ഇൻഡെക്സ് സൂചിക അഥവാ ജിനി ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ വരുമാന അസമത്വം അളക്കുന്ന സൂചികയാണ്. ഒരു രാജ്യത്തിലെ വരുമാനത്തിൻ്റെ അസമത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അളക്കുന്ന ഒരു സൂചികയാണ് ജിനി ഇൻഡെക്സ് സ്കോർ. ആ ഒരു സൂചിക പ്രകാരം നമ്മുടെ ഒരു ഇന്ത്യയുടെ ജിനി ഇൻഡെക്സ് സൂചിക എന്ന് പറയുന്നത് 25.5 പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രകാരം 4ാമത്തെ രാജ്യമായിട്ട് ഏറ്റവും തുല്യതയുള്ള 4ാമത്തെ രാജ്യമായിട്ട് മാറിയത് ഏതാണ്? നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഇതിൽ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് സ്ലോവാക് റിപ്പബ്ലിക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. ജിനി സ്കോർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏറ്റവും തുല്യതയുള്ള 4ാമത്തെ രാജ്യമായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നമ്മളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി അടുത്തത് എന്ത് സൂചികയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസിൻ്റെ 2025 ആഗോള സമാധാന സൂചിക, വേൾഡ് പീസ് ഇൻഡെക്സ്. ഇതൊക്കെ പീസ് സ്ഥിരം ചോദിക്കുന്നതാണ്. പീസ്, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ മാനവ വികസന സൂചിക, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ചോദ്യം അല്ലേ?
അങ്ങനെയാണെങ്കിൽ ആഗോള സമാധാന സൂചികയിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? 115. 115 സ്ഥാനത്താണ് ഏത് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ 115 സ്ഥാനത്താണ് ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പം ഒന്നാം സ്ഥാനം ആ ഒരു റാങ്കിംഗ് പ്രകാരം ഉള്ളത് ആർക്കാണ്? ഐസ്ലൻഡിനാണ്. രണ്ടാം സ്ഥാനം അയർലൻഡിനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115 ആണ്. വേൾഡ് പീസ് ഇൻഡെക്സ്, ആഗോള സമാധാന സൂചികയിൽ. അപ്പോൾ പ്രധാനപ്പെട്ട സൂചികകളാണ് നമ്മൾ നോക്കിയത്. മാനവ വികസന സൂചിക നമ്മൾ നോക്കി. അതുപോലെ തന്നെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം 130 ആയിരുന്നു. നമ്മൾ പഠിച്ചു, അവിടെയും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ 131 പഠിച്ചു. എവിടെയാണ്? നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ആണ്. ഇത് രണ്ടിടത്തും ഐസ്ലൻഡ് ആണല്ലേ ഫസ്റ്റ് വന്നത്. പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് 118 ആണ് ഇന്ത്യ. അതുപോലെ തന്നെ ഓൺലൈൻ നിക്ഷേപങ്ങൾക്കായിട്ടുള്ള ഓൺലൈൻ തിരയലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 13 ആണ്. പിന്നെ ഒന്ന് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, അതായത് എന്താണ്? ഊർജ്ജ പരിവർത്തന സൂചിക എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനം സ്വീഡനാണ്. അതിൽ ഇന്ത്യ 71 ആണ്. 1 സ്വീഡൻ, 2 ഫിൻലാൻഡ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡേറ്റ പോകുന്നത്. പിന്നെ നമ്മൾ ജിനി സൂചിക പ്രകാരം ഇന്ത്യയിൽ തുല്യതയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115 ആണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ബാങ്കിങ് മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റിപ്പോ റേറ്റ് ആണ്. ഇന്ത്യയിലെ നിലവിലെ റിപ്പോ റേറ്റ് 5.5%, 5.50% നമ്മൾ കഴിഞ്ഞ PYQ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിപ്പോ നിരക്ക് നമ്മൾ പറഞ്ഞു. അന്ന് തന്നെ നമ്മൾ റിവേഴ്സ് റിപ്പോ പറഞ്ഞു 3.35 ആണെന്ന് പറഞ്ഞു. CRR നമ്മൾ പറഞ്ഞു 3.75 ആണ് CRR. അതുപോലെ തന്നെ 5.75 എന്ന് പറയുന്ന ബാങ്ക് റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ബാങ്ക് റേറ്റ് നമ്മൾ പറഞ്ഞു, CRR പറഞ്ഞു, റിവേഴ്സ് റിപ്പോ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി PYQയിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പം റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. റിപ്പോ നിരക്ക് എത്രയാണ്? 5.50 ആണ്. ഓക്കെ ആണല്ലോ? 5.5. ഓക്കെ. അടുത്തത് എന്താണ്? 2025 ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് ഏത് ബാങ്കിനെയാണ്? ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്താണ്? 2025 ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ, ഏത് മാഗസിൻ? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത പോയിന്റ് RBIയുമായി ബന്ധപ്പെട്ടതാണ്. RBIയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ സീരീസ് ഏതാണ്? RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി. RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി എന്ന് പറയുന്നത് ജിയോ ഹോട്ട്സ്റ്റാറുമായിട്ട് ചേർന്ന് 5 ഭാഗങ്ങളുള്ള RBI പുറത്തിറക്കിയിട്ടുള്ളൊരു സീരീസ് ആണ്. ഏത് സീരീസ് എന്ന് പറയുന്നത്? RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി. 5 ഭാഗങ്ങളുണ്ട് കേട്ടോ. 5 ഭാഗങ്ങളുള്ള സീരീസ് ആണ്. RBIയുടെ 90 വർഷത്തെ ചരിത്രം, റുപ്പേ കറൻസിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, പണമിടപാടുകളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ഭാഗങ്ങളുള്ള സീരീസ് ആണ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി എന്ന് പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറുമായി ചേർന്നാണ് ഈ ഒരു സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് എന്താണ്? ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായിട്ട് ലോക് FD എന്ന സംവിധാനം അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? ആക്സിസ് ബാങ്ക് ആണ്. നമ്മുടെ ഒരു ഡിജിറ്റൽ മേഖലയിലൊക്കെ വൻ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ഒരു സമയമല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഉപഭോക്താക്കൾക്ക് ലോക് FD എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അവരെന്ത് ചെയ്യുക? സംരക്ഷണം ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ലോക് FD എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ചത് ആക്സിസ് ബാങ്ക് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത പോയിന്റ്, ഗോൾഡ് ലോൺ ഉപഭോക്താക്കൾക്ക് ATM വഴി അതിവേഗം നേടുന്നതിനായി AI അധിഷ്ഠിതമായ ഗോൾഡ് ലോൺ ATM അവതരിപ്പിച്ച ബാങ്ക്. എന്ത് ATM? ഗോൾഡ് ലോൺ ATM. പേരിൽ തന്നെയുണ്ട്. ATM വഴി അതിവേഗം ഉപഭോക്താക്കൾക്ക് ഗോൾഡ് ലോൺ അവൈലബിൾ ആകുന്ന സംവിധാനത്തിന് വേണ്ടി ഗോൾഡ് ലോൺ ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തെലങ്കാനയിലെ വാറാങ്കലിലാണ് ആദ്യ ഗോൾഡ് ലോൺ ATM നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ.
തെലങ്കാനയിലെ വാറങ്കലിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, സ്റ്റേറ്റ് ബാങ്ക് അല്ല, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ത് വന്നിട്ടുള്ളത്, ഗോൾഡ് ലോൺ ATM എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. ഒന്നും കൂടി നോക്കാം. ഗോൾഡ് ലോൺ ഉപഭോക്താക്കൾക്ക് ATM വഴി എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ എന്താണ് ഗോൾഡ് ലോൺ അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ലോൺ ATM ഏത് ബാങ്കാണ് സ്ഥാപിച്ചത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് ആദ്യത്തെ ഗോൾഡ് ലോൺ ATM സ്ഥാപിച്ചിട്ടുള്ളത്, തെലങ്കാനയിലെ വാറങ്കലിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കിയാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല കേട്ടല്ലോ. ഓക്കെ, അപ്പം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തമ്മിൽ തിരിഞ്ഞു പോകരുത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പോയിന്റ് പഠിച്ചു. എന്താണ്, ഗ്ലോബൽ ഫിനാൻസ് മാഗസീൻ്റെ കണക്കുകൾ പ്രകാരം മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അടുത്തത് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ്? അപ്പം രാജ്യത്ത് തന്നെ എന്താണ് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഏതാണ്? AU സ്മോൾ ഫിനാൻസ് ബാങ്കിനാണ് രാജ്യത്തെ തന്നെ എന്താണ് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് നോക്കുക. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ KSFEയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ്. 1 ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ KSFE ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 1 ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് KSFE ആണ്. ആ ഒരു കാര്യം നമ്മളൊന്ന് പ്രധാനമായി നോക്കി വെച്ചിരിക്കുക. കേരളത്തിലുള്ളതാണ്, അപ്പോൾ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നൊരു മേഖലയാണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയാണ്. വികസിത ഭാരത് റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയാണ്. അതിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുമ്പോൾ യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് 2 ഗഡുക്കളായി 15,000 രൂപ ലഭിക്കുന്ന ഒരു പുതിയ സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന. 2025 ഓഗസ്റ്റ് മാസം 1 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 2047 വരെയുള്ള കാലയളവിലോട് കൂടി 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന വരുന്നിട്ടുള്ളത്. അപ്പം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുന്ന സമയത്ത് 2 ഗഡുക്കളായി, അതിൽ PFലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ഗഡുക്കളായിട്ട് 15,000 രൂപ യുവാക്കൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഓക്കെ, അപ്പോൾ ആ ഒരു പദ്ധതി നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, മാതൃവന്ദന യോജന എന്താണെന്ന് ചോദിച്ചാൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 3 ഗഡുക്കളായി 5,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. 5,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പോൾ പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്താണ്, 5,000 രൂപ ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും എന്താണ് 3 ഗഡുക്കളായി 5,000 രൂപ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത്. മറ്റൊരു പദ്ധതി നമ്മൾ നോക്കുന്നത് ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന. എന്താണ് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന. അപ്പം ഗരീബി മുക്താണ്, പട്ടിണി ഇല്ലാതാക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്. ഇത് രാജസ്ഥാനിലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ് ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അത് രാജസ്ഥാനിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തൊരു പദ്ധതിയാണ് പ്രോജക്റ്റ് വിസ്താർ. എന്താണ്? വിർച്വലി ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ്. അപ്പോൾ ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഇത് കാർഷിക മേഖലയാണ്. വിസ്താർ എന്ന ഫുൾ ഫോം ആണ് എന്ത്? വിർച്വലി ഇൻറ്റഗ്രേറ്റഡ്
സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സസ്. അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാം ഇത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്നത്. അപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത് പദ്ധതി? പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? വിർച്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സിലറേറ്റഡ് അഗ്രികൾച്ചർ റിസോഴ്സസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളാണ് നമ്മൾ നോക്കിയത്. നമ്മൾ ബജറ്റിലേക്ക് വന്നാൽ കേന്ദ്രത്തിൽ ബജറ്റ് ഉണ്ട്, കേരളത്തിൽ ബജറ്റ് ഉണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ബജറ്റിൽ കേരളത്തിൽ ആദ്യമായി സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 7-നാണ്. 2025 ഫെബ്രുവരി 7-നാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റ് സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ബജറ്റിനെ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമുക്കൊരു ബജറ്റ് കാണുമ്പോൾ നമ്മൾക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ആ ഒരു ബജറ്റ് നോക്കിയാൽ ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ? കാരണം ടെക്നിക്കൽ ആയിട്ടുള്ള ടേമുകൾ ഉണ്ടാവും. അപ്പോൾ ഈ വരവ് ചെലവ് കണക്കുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, പിന്നെ നമുക്ക് വായിക്കാനേ തോന്നത്തില്ല. അതല്ലാതെ സാധാരണ ഒരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ബജറ്റാണ് സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്നത്. ഈ ബജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് 2025 ഫെബ്രുവരി 7-ാണ്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്കൊരു മനസ്സിലാവുന്ന അത്രയും ലളിതമായിട്ടുള്ളൊരു ബജറ്റാണ്. ആ ബജറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്? സിറ്റിസൺ ബജറ്റ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ബജറ്റ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അവതരിപ്പിച്ചിട്ടുള്ളത് 2025 ഫെബ്രുവരി 7-നാണ്. അവതരിപ്പിച്ച ആരാണ്? ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. ഓക്കെ, അടുത്തത് നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എത്ര തവണയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്? 8 തവണ. തുടർച്ചയായി 8 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് ആർക്കാണ്? നിർമ്മലാ സീതാരാമനാണ്. 2025 ഫെബ്രുവരി 1-നാണല്ലേ ഏറ്റവും ഒടുവിൽ 8ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 2025 ഫെബ്രുവരി 1-ന് 8ാമത്തെ തവണ തുടർച്ചയായി 8 പ്രാവശ്യം എന്ത് ചെയ്യാണ്? ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതുമാരാണ്? ശ്രീമതി നിർമ്മലാ സീതാരാമനാണ്. ഓക്കെ, അപ്പം കേന്ദ്രത്തിലെ ബജറ്റുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ, ബജറ്റൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളല്ല, അത് ബജറ്റിൻ്റെ ആ ഒരു പ്രധാന കാര്യങ്ങൾ ധനമന്ത്രിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമുക്കിതല്ലാത്ത 2-3 പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ നോക്കാം. നമ്മുടെ രാജ്യത്തെ തന്നെ മുഖ്യമന്ത്രിമാരുടെ സമ്പന്നരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്ന ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് ചന്ദ്രബാബു നായിഡു ആണ്. ചന്ദ്രബാബു അദ്ദേഹമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയായിട്ട്, ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഏറ്റവും ലാസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും അവസാനം എത്തിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഒന്നാമതെത്തിയ ആളുകൾ നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. മറ്റൊന്ന് 2024-25 കാലയളവിൽ ഇരട്ട സാമ്പത്തിക വളർച്ച, നമ്മുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക വളർച്ച അളക്കുമല്ലോ. അപ്പം അങ്ങനെ അളക്കുമ്പോൾ 11% എന്തുണ്ട്? 11.12% എന്താണ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പം ഇരട്ട വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ്, ഇരട്ട വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം 2024-25 കാലയളവിൽ അത് തമിഴ്നാടാണ്. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചിരിക്കുക. മറ്റൊരു പോയിന്റ്, ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ആദായ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം ഒമാനാണ്. 2028 കൂടിയാണ് ഇവിടെ ഒരു നികുതിയുടെ ആദായ നികുതി സമ്പ്രദായമൊക്കെ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ആദായ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒമാനാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ 2025 നീതി ആയോഗ്, ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ പദ്ധതികൾ, ബജറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുന്ന പ്രത്യേക നിയമനങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇതിലെന്തായാലും ഉറപ്പായിട്ടും ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.